ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരികിൽ നേദിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു. നമുക്ക് നല്ല ഉറവാണ് അയ്യപ്പ ഡിവോട്ടീസിൻ്റെ. എല്ലാ ദിവസവും 80,000 മുകളിലുള്ള ആളുകളാണ് വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് 85,000 മുകളിലും ഉണ്ട്. അതുമുമ്പ് 1,00,000 മുകളിലാണ് അയ്യപ്പ ഡിവോട്ടീസ് നമുക്ക് എല്ലാ ദിവസവും മല കയറുന്നുണ്ട്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയും അവർക്ക് ദർശനത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയും പോലീസും അതിപ്പോൾ നല്ലപോലെ വിന്യാസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3000 പോലീസ് ഇവിടെ മുകളിലുള്ള പോലീസിന് നിലക്കലും പമ്പയും പിന്നെ സന്നിധാനത്തിലും വിന്യസിച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലത്തിലും പിലിഗ്രിംസിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് നമുക്ക് അവരുടെ ബ്ലോക്ക് ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ള വരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് നമ്മുടെ ഹൈക്കോടതിയായിട്ട് ബാക്കി ദേവസ്വമായിട്ട് സംസാരിച്ചിട്ട് അതിനാവശ്യത്തിലുള്ള പൂജയ്ക്കായിട്ട് 30,000 അതേപോലെ 35,000 ആളുകളെ മാത്രമേ വെർച്വൽ ക്യൂ വഴി ഇപ്പോൾ നിലവിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ അത് കമ്പാരിറ്റീവ്ലി കുറവല്ലേ? ഇപ്പം സ്പോട്ട് ബുക്കിംഗ് 70,000 ഒക്കെയാണ് ഇപ്പോൾ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് മണ്ഡല പൂജയ്ക്ക് 30,000 35,000 പേർക്ക് പ്രവേശനമുള്ളൂ. അത് തീരെ കുറവല്ലേ? നമുക്ക് അതിനെ പറഞ്ഞത് നമ്മൾ ദേവസ്വം ബോർഡും ആയിട്ട് പിന്നെ ഹൈക്കോടതി നമ്മുടെ ആശയവും നടത്തിയിട്ട് ആവശ്യത്തിലുള്ള നടപടി സ്വീകരിക്കുന്ന അതിലേക്ക്. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതാണ്, എല്ലാ ഭക്തന്മാർക്കും നമുക്കിവിടെ സുഖമായിട്ട് തൊടാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു എന്താണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു തോന്നുന്നു. അതിന് ഞങ്ങൾ അവരുമായിട്ട് ആശയം നടത്തിയതിനു ശേഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. പക്ഷെ ഇന്ന് വരുന്ന എല്ലാ ഭക്തന്മാർക്കും നല്ലപോലെ ഒരു ദർശനം കൊടുക്കാൻ സാധിക്കുന്നതാണ്.